എന്താ പറയുക, നമ്മുടെ ഒരു ബെൻസിൻ്റെ സ്വന്തം അംബാസിഡറിൻ്റെയും കഥ. മോഹൻലാൽ പുള്ളി ലാലേട്ടൻ അട്ടി പൊളിച്ചിട്ടുണ്ട്. പിന്നെ വില്ലൻ അദ്ദേഹം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, പുള്ളി നല്ല അഭിനയമാണ്. പുള്ളി ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയെ കാണുന്നത്, വേറെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അടിപൊളി പടം, നല്ല ഒരു ഡയറക്ഷൻ, നല്ല ഒരു സ്ക്രീൻ സ്പേസ്, നല്ല ആംബിയൻസ് തന്നെ എടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല മസ്റ്റ് വാച്ച് പടമാണ്, ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. സത്യം പറയാല്ലേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം ലാലേട്ടൻ ഫാൻസിന് ഇന്ന് ഓണം ആഘോഷിക്കുക എന്തുകൊണ്ടും. ഇന്ന് ലാലേട്ടൻ ഫാൻസിൻ്റെ ഓണമാണ്. കാര്യം തുടരും എന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പട്ടണപ്രവേശം, നാടോടുകാട്, നമ്മുടെ ശോഭന ചേച്ചിയും ലാലേട്ടനും നമ്മളെ കോമ്പിനേഷൻ അറിയാലോ എങ്ങനെയാണെന്ന്. എല്ലാ പടവും സെറ്റാണ്, വേറെ ലെവലെ പടമാണ്. അപ്പോൾ അതുപോലെ ആ പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ തുടരും അത് തന്നെയാണ്. അത് തന്നെ കാര്യം. നമുക്ക് കരയാനുണ്ട്, അല്ല ബ്രോ, നമുക്ക് കരയാനുണ്ട്, ചിരിക്കാനുണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറയണത് എൻ്റെ അമ്മോ കിടുക്കി കളഞ്ഞു, രോമ എണീക്കണം. ഫൈറ്റാ, അമ്മാതിരി ഫൈറ്റ്. ഒരു സാധാരണക്കാരനെ പോലെ ഒരു അംബാസിഡർ കാറിലാണ് പറഞ്ഞത്. വന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കും. ആ ഇന്റർവ്യൂവിൽ കഴിയുമ്പോഴത്തേക്ക് അണ്ണ യഥാർത്ഥ ഷൺമുഖനാ മൃഗാ. പക്ഷേ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ആർക്കെന്നറിയാമോ? ഈ തുടരും സിനിമ വിജയത്തിന് വേണ്ടി നമ്മുടെ ചിപ്പി ചേച്ചി ആറ്റുകാൽ പൊങ്കാല ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും മീഡിയയിൽ ചോദിച്ചായിരുന്നു, ചേച്ചി എന്തുകൊണ്ടാണ് നിങ്ങൾ പൊങ്കാല ഇടുന്നത് ചോദിച്ചു. അപ്പോൾ ചിപ്പി ചേച്ചി പറഞ്ഞ വാക്കെന്നറിയാവോ? ഞാൻ പൊങ്കാല സമർപ്പിക്കുന്നത് ലാലേട്ടൻ്റെ തുടരും സിനിമ ഇറങ്ങുന്നത് അത് വിജയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആറ്റലാമ്മ കാത്ത്, ഷൺമുഖനും കാത്ത്, മുരുകനും കാത്ത്, അയ്യപ്പനും കാത്ത് തുടരും സിനിമ കണ്ടതിന് ശേഷം പൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം വരുന്നത്. പിന്നെ എടുത്ത് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീഗ്രേഡ് പറയാനായിട്ട് ഇപ്പോൾ ആർക്കും ഇല്ല. കാര്യം ഡീഗ്രേഡ് പറയാനായിട്ട് ഈ പടത്തിലില്ല. കാര്യം നമ്മളെ പഴയ ലാലേട്ടനെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. പിന്നെ അശ്വന്ത് വാക്കിനെ പോലുള്ള അവനൊന്നും പറഞ്ഞിട്ടില്ല. അശ്വന്ത് വാക്കിൻ്റെ മൂല അത് ഞാൻ കയറിയിരിക്കും, അതിലൊരു മാറ്റമില്ല. പിന്നെ അമേസി ഉണ്ടല്ലോ, ഒരു അമേസി അങ്ങനെയല്ല, ഒരു അമേസി ഇല്ല, ഒരു കുമേസി ഇല്ല, ഒരു ഉമ്മിക്കരിയും ഇല്ല. ഇതാണ് ലാലേട്ടൻ്റെ തട്ട് എന്നും ഉയർന്നു തന്നെ നിൽക്കും. ജയ് ജയ് ലാലേട്ടൻ, ജയ് ജയ് ലാലേട്ടൻ, ജയ് ജയ് ലാലേട്ടൻ. അമേസിന്റെ വന്നിരുന്ന ഒരു അമേസിക്ക് എന്ന് പറയും പോലെ അല്ല. ഇതാണ് സെറ്റ്, ഇതാണ് കിടുക്ക് സാധനം. ഓക്കെ അല്ലേ, അടിപൊളി, ഒന്നും പറയല്ല. ഇനി വമ്പൻ തിരിച്ചുവരവാനേ വരാൻ പോണം. ഇനി എത്ര ഫ്ലോപ്പായാലും അതിലൂടെ അടുത്ത പടങ്ങളിൽ വൻ തിരിച്ചുവരവാണ് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ. ഒന്നും പറയല്ല, അതാണ് ടിം ടിം ടിം. ഇഷ്ടമായേ ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ? എല്ലാവരും കാണണം കേട്ടോ, പൊളിച്ചെടുക്കണം, കാണണം കേട്ടാന്ന്, പൊളിച്ചെടുക്കണം കേട്ടാ. ഓക്കെ. നമ്മൾ ഇപ്പം ഞാൻ എമ്പുരാൻ ഫസ്റ്റ് കണ്ട പടമാണ്. അപ്പോൾ അന്നായാലും നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല. പക്ഷേ ഇത് മനസ്സ് നിറഞ്ഞിറങ്ങി വന്നൊരു പടമാണ്. അതായത് പെർഫോമർ ആയിക്കൊള്ളട്ടെ, താരം ആയിക്കൊള്ളട്ടെ എന്ന് ലാലേട്ടൻ്റെ എല്ലാ എലമെൻസും യൂസ് ചെയ്ത പടമാണ്. അത്രയ്ക്ക് നന്നായിട്ട് തരുൺ മൂർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ട് മോഹൻലാലിൻ്റെ തന്നെ നടനെ നന്നായിട്ട് കുറേ നാളത്തേക്ക് ശേഷം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത പടമാണ്. JX ബിജോയ് ആയിക്കൊള്ളട്ടെ, തരുണിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. ഫാൻ ബോയ് തന്നെയാണെന്ന് ഒന്നും കൂടെ തെളിയിച്ചുകൊണ്ട് മോഹൻലാലിന് വരുന്ന ഓരോ ഫ്രെയിംസിൽ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് ആയിക്കൊള്ളട്ടെ, എല്ലാം ആയിക്കൊള്ളട്ടെ, ഒരു മനസ്സ് നിറഞ്ഞ് എല്ലാ ഇമോഷൻസും. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നമുക്കൊരു ഫീൽ ഗുഡ് ഫ്രഷ്നെസ് തന്ന് ഇൻ്റർവെല്ലോട്ട് കഥ കയറി സെക്കൻഡ് ഹാഫ് പിടിച്ചിരുത്തി രോമാഞ്ചം തരുന്ന കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ ആ ഓൺ സ്ക്രീൻ പെയർ, മോഹൻലാൽ ശോഭന ഓൺ സ്ക്രീൻ പെയറൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് വർക്കായതാണ് ഒന്നും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ അടിപൊളിയായിട്ട് മനസ്സ് നിറഞ്ഞ് കണ്ടൊരു പടം തന്നെയാണ്. ഫാമിലിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നമ്മുടെ മനസ്സും കണ്ണും നിറയുന്ന ഒരു പടമായിട്ട് തന്നെ തുടരും മാറും, ഉറപ്പാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമ, അമ്മാതിരി നമുക്ക് അങ്ങനെ കോരി ധരിപ്പിക്കുന്ന സിനിമയൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് ഞാൻ കാത്തിരുന്നത്. അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി സിനിമ, മാസ് സിനിമയെന്ന് പറയാം. പിന്നെ നമ്മുടെ എമ്പുരാനെ കാട്ടി എനിക്ക് തോന്നുന്നു ഒരു 400 കോടിയെ കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ അഭിനയമായാലും കഥയായാലും തിരക്കഥയായാലും ആക്ഷനായാലും എന്തുകൊണ്ടും മികച്ചൊരു സിനിമ. ലാലേട്ടൻ നമ്മൾ കോട്ടും സ്യൂട്ടും ഇട്ട് വിമാനത്തിൽ ഇറങ്ങി വരുന്നതിനെക്കാട്ടിയും പുള്ളി മുണ്ടും മടക്കി കുത്തി സ്റ്റണ്ട് കൂടുന്നതാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സിനിമ. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു സിനിമ, രക്ഷയില്ലാത്ത സിനിമ.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി. ഒരുപാട് നാളെ ലാലേട്ടൻ പണ്ട് പോലെ ഇവിടെ ഉണ്ട്, ലാലേട്ടൻ തുടരും. വിൻറ്റേജ് ലാലേട്ടൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടനെ എന്ന ആക്ടറിനെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തരുൺ മൂർത്തി ഇതിനകത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ തലമുടി മുതൽ കാലിൻ്റെ നഖം വരെ യൂട്ടിലൈസ് ചെയ്തുള്ളൊരു പടം. എന്നുവെച്ചാൽ നമ്മൾ അത്രത്തോളം ഹാപ്പിയല്ല ഇത് കണ്ടിട്ട്. അങ്ങനെ ഓരോ ഇതിലും നമ്മൾ അങ്ങ് ഗൂസ് ബംസ് ഈ രോമാഞ്ച് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് സാധനം. അത് എത്ര സീനെന്നറിയാവോ? നമ്മൾ സെക്കൻഡ് ഹാഫിലൊക്കെ അങ്ങ് വേറെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒപ്പത്തിലൊക്കെ കണ്ട പോലെയൊക്കെ ഉള്ളു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ അടിപൊളി സാധനമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി ഒരുപാട് നാളെ പല കോമഡി സഹിക്കാൻ പറ്റാത്ത കോമഡിയാണ് പൊതുവെ വരുന്നത്. ഇതിൽ ക്ലിയർ കട്ട് മൂവി റെഫറൻസസ് ഒരുപാട് കോമഡി ഉണ്ട്. ലാലേട്ടൻ സ്വയം തന്നെ ഇട്ട് 2 ആക്ക് തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധനം നൈസായിട്ടുണ്ട്. നൈസ് ഓർഗാനിക് സിമ്പിൾ കോമഡി നൈസ് ഓർഗാനിക്കായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയ്ക്സ് വിജയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബ്രില്യൻ സാധനം. DOP ആയാലും പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി പ്രത്യേകം ആരെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ വില്ലൻ ജോർജ് പുള്ളി ഒരു ഭയങ്കര സംഭവം. എന്താ വെച്ചാൽ ലാലേട്ടൻ 2 ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആ ലെവൽ വില്ലൻ, അടിപൊളി വില്ലന് നൈസായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്ലൻ സപ്പോർട്ട് ചെയ്ത് ബിനു പുള്ളി ചെയ്ത റോൾസും അത് നന്നായിട്ടുണ്ട്. ഫാസിൽ അനിയനുണ്ട്, അത് നല്ലതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവർഗ്രീൻ കോംബോ ശോഭനയും ലാലേട്ടനെ തിരിച്ച് കാണുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്. അതിലെ ആ കോമഡിയും കെമിസ്ട്രി എല്ലാം അത് ഓൾവേസ് പണ്ടുള്ളത് തന്നെ ഇപ്പോഴും അത് വർക്കൗട്ടാണ്. മൊത്തത്തിൽ നൈസ് പടം. എന്തായാലും വന്ന് തിയേറ്ററിൽ കാണുക, അല്ലെങ്കിൽ ബിഗ് ലോസ് ആണ്. ഒന്നും പറയല്ല, ഇത് ഹിറ്റടിക്കും. ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ഹിറ്റടിക്കും. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ഈ പടം തൂക്കുകയാണ്. ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം കിട്ടില്ല എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മുടി മുതൽ നഖം വരെ കാലിൻ്റെ നഖം വരെ സാധനത്തിൽ ഫ്രെയിമിലുണ്ട്. ഓരോ ഷോട്ട് വരും. ഇതൊക്കെ കാണുമ്പോൾ വരുന്ന ഗൂസ് ബംസ് ഉണ്ടല്ലോ, ഒന്നും പറയില്ല. സൂപ്പർ. പോയി കണ്ടോ, ഹാപ്പി.